വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് നവ്യലക്ഷ്മി. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബിഗ് ഡേ സെയിൽ നടക്കുകയാണ്. അതായത് നമ്മുടെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് ആണ് ഈ കാണുന്നത്. ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാലേ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്സിനാണെന്ന്. അതായത് കമ്പ്യൂട്ടറും വേർഡ് പ്രോസസ്സിംഗ് ചേർത്ത് 40 മാർക്സ് ആണ്. അപ്പോൾ അതിന് നല്ല വെയിറ്റേജ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. അതുപോലെ ഇംഗ്ലീഷിനും മലയാളത്തിനും വെയിറ്റേജ് കൊടുക്കണം. GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പോർഷൻ ആണ്. അപ്പോൾ അതിനകത്ത് നിന്നും നമുക്ക് എന്താണോ ചോദിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു സിലബസിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് നോക്കാം. ഇതിപ്പോ ഒരു 7 ഡേയ്സിലെ പ്ലാൻ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പോർഷൻ ആയിട്ടുള്ള 40 മാർക്കിനുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കമ്പ്യൂട്ടറിൽ നിന്നാണ്. MS Excelന്റെ 3 വീഡിയോസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡേ കാണുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ടൈപ്പ് റൈറ്റിംഗിന്റെ ഒരു പോർഷനും ഇംഗ്ലീഷിന്റെ ഒരു പോർഷനും മലയാളത്തിന്റെ ഒരു പോർഷനും ആണ് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് ഡേയിലേക്ക് വരുമ്പോൾ റിനൈസൻസിന്റെ പോർഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം നവോത്ഥാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ GKയിൽ നമ്മളിങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പിക്ക് ചെയ്തിട്ടാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർത്ത് ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, മലയാളത്തിന്റെ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, ടൈപ്പ് റൈറ്റിംഗിന്റെ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. ഇനി ഫിഫ്ത്ത് ഡേ വരുമ്പോൾ വീണ്ടും കമ്പ്യൂട്ടറും ഇംഗ്ലീഷും മലയാളമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ 5 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പിക്സ് പഠിക്കുന്നു. ആ ടോപ്പിക്സ് പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോൾസും അതുപോലെ തന്നെ വർക്ക്ഔട്ട് സെഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഈ 5 ഡേയ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ 6th ഡേയിലേക്ക് വരുമ്പോൾ ആ ഒരു വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി റിവൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ 7th ഡേ എന്ന് പറയുമ്പോൾ സൺഡേ വരും. സൺഡേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വീക്ക്ലി എക്സാം നടത്തും. അതായത് ഈ ഒരു വീക്കിൽ നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഓരോ വീക്കിലും പഠിച്ചു പോകുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്ററിനോട് ചോദിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഒരു വീക്കിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷും മലയാളവും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇംഗ്ലീഷിന്റെ മലയാളത്തിന്റെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വീക്കിൽ നമ്മൾ ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ആ ടോപ്പിക്സിനെ ബന്ധപ്പെടുത്തി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമാണത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്